ടേക്ക് കെയർ ചെയ്യുന്ന ആളായിരിക്കണം, അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ട്. അച്ഛൻ എങ്ങനെയുള്ള മരുമോനെ വേണം? സീരിയസ് ആയിട്ട് ഈ പുള്ളി പറയില്ലേ ഞങ്ങളാണുങ്ങളെല്ലാം തമാശ, നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാം തമാശ. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തതിനു ശേഷം ഒരുപാട് വിവാദങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് വരുന്നുണ്ട്. അതായത് അനുമോള് അനീഷിന് ഹോപ്പ് കൊടുത്തിട്ട് ചതിച്ചതാണ് എന്ന തരത്തിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ എവിടെയും ഭയങ്കര രീതിയിൽ ഹോപ്പ് കൊടുത്തതായിട്ട് തോന്നിയിട്ടില്ല. അതൊരു തമാശ എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനീഷാണ് ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് എടുത്തത്. പുള്ളി അത് എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അത് ഒരു പക്ഷേ അനീഷിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ ഒരിക്കലും തമാശയായിട്ട് കാണാൻ പറ്റത്തില്ലായിരിക്കും. കാര്യം പുള്ളിയുടെ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ഭയങ്കര രീതിയിൽ മോശമായിട്ട് പല സ്ഥലങ്ങളിലും പോയി കമന്റ് ഇടുന്നുണ്ട്. അതായത് അനുമോൾ ഒരു തേപ്പുകാരി എന്നുള്ള രീതിയിൽ. ഞാൻ കുറച്ച് മുന്നേ അനുമോളുടെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെയും ഇതുപോലെയാണ് ആൾക്കാർ പോയി കമന്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിനകത്ത് അനുമോളുടെ കല്യാണത്തെ പറ്റിയിട്ട് ഫാമിലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എത്ര വയസ്സുണ്ട്? അപ്പം കല്യാണം നോക്കുന്നില്ലേ? വന്നിട്ട് എന്തായാലും കാണും. ഒരു 2 വർഷത്തിനുള്ളിൽ നല്ലൊരു വരുവാണ്. വരുവാണെങ്കിൽ എങ്ങനെയുള്ള ചെക്കനാണ് നമുക്ക് നോക്കുന്നത്? പുള്ളിക്കാരത്തേക്ക് കുറച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഏത് ടൈപ്പുള്ള ചെറുക്കനായിരിക്കണം, എങ്ങനെയായിരിക്കണം അവൻ്റെ ക്യാരക്ടർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം സെറ്റായി വരുവാണെങ്കിൽ കല്യാണം നടക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇനി അനുമോക്ക് ആരുടെങ്കിലും പേഴ്സണലി ഇഷ്ടമുണ്ടെങ്കിൽ അതും ഞങ്ങൾ സാധിച്ചു കൊടുക്കും എന്നും ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരാളായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അവളെ നല്ലതായിട്ട് നോക്കണായിരിക്കണം, ടേക്ക് കെയർ ചെയ്യുന്ന ആളായിരിക്കണം, അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ട്. അച്ഛൻ എങ്ങനെയുള്ള മരുമോനെ വേണം? അങ്ങനെ മതിയോ? എന്നാലും അനുമോളുടെ കൺസെപ്റ്റില് ഒരാള് മീൻസ് പലർക്കും ഡൗട്ട് ഉണ്ട്, പുറത്ത് അനുമോൾക്ക് കാമുകനുണ്ടോ എന്നുള്ളത്. ശരിക്കും അങ്ങനെ നമ്മൾ ചെയ്ത് നടത്തി കൊടുക്കുമല്ലോ. അതാണെങ്കിൽ നടത്തി കൊടുക്കും. അവളുടെ ഇഷ്ടം എന്താണോ അത് ഞങ്ങൾ നടത്തി കൊടുക്കും എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പേരൻസിന്റെ നല്ലൊരു ക്വാളിറ്റിയാണ്. ശരിക്കും മക്കളുടെ ഇഷ്ടം എന്താണോ അത് അറിഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. അത് വീട്ടുകാരായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ട് ഒരു പയ്യനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് സ്വന്തമായിട്ട് എല്ലാം മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും ഇതാണ് ആ ഒരു ഫാമിലിയുടെ അഭിപ്രായം കല്യാണത്തെ പറ്റിയിട്ട്. ഇതിൻ്റെ താഴെ വരുന്ന ഒരുപാട് കോമഡി ആയിട്ടുള്ള കമൻസ് ഒക്കെ ഉണ്ട്. അതായത് അനീഷ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ചേരുന്ന ഒരു മരുമകനായിരിക്കും, തീർച്ചയായിട്ടും അനീഷിനെ നിങ്ങൾ ആ വീട്ടിലോട്ട് കൊണ്ടുവരണം, ഞങ്ങൾക്ക് അച്ഛൻ്റെ മരുമകനായിട്ട് അനീഷിനെ കാണണം, അത്തരത്തിലൊക്കെയുള്ള കമൻസാണ്. ഞാനിവിടെ 1-2 വായിക്കാം. അച്ഛന് പറ്റിയ മരുമകൻ തന്നെയായിരിക്കും പേളി മാണി ആൻഡ് ശ്രീനിഷ്. അതേപോലെ ജീവിച്ചാൽ 2 പേരും രക്ഷപ്പെടും. അച്ഛൻ അനീഷിനെ വിശ്വസിക്കണം, അവർ ജീവിച്ചോളും. അനീഷ് നല്ല കെയറാണ്. അനീഷ് നല്ല ഒരു വ്യക്തിയാണ്, പാവമാണ്. ഈ കാണുമ്പോൾ കപ്പിന് മുന്നേ ദിൽഷയുടെ വീട്ടുകാരുടെ ഇൻ്റർവ്യൂ ഓർമ്മ വരുന്നു. സെയിം പാറ്റേൺ. അതായത് സീസൺ 4 സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു സാധനം ആവർത്തിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇനി വളരെ മോശമായിട്ടുള്ള കുറേ കമൻസ് ഉണ്ട്, തേപ്പുകാരി അതാന്നൊക്കെ ഉള്ളത്. അത് ഞാനിവിടെ വായിച്ചു തരുന്നില്ല, നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇന്നലെ ഷാനവാസ് വന്നിരുന്നിട്ട് അനുമോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഇതിനെ റിലേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അനാവശ്യമായിട്ട് ഹോപ്പ് കൊടുക്കണ്ടായിരുന്നു എന്ന തരത്തിൽ. അത് മാത്രമല്ല, ഇതൊരു കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ വേറെ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ PR ടീമുകൾ അനുമോളെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അനുമോളെയും അനീഷിനെയും സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ 2 പേരെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്നാൽ 2 പേരും തെറ്റ് കാണിച്ചപ്പം അതിനെ വിമർശിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അല്ലാതെ ഞാൻ ആരുടെയും PR കാര്യങ്ങളല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ഇവിടെ. ഇപ്പം ആരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതൊരു PR എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോ കാണാനേ പറ്റത്തില്ല, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാനേ പറ്റത്തില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങളെ ഒരു PR ആയിട്ട് നിങ്ങളെ മുദ്ര കുത്തും. അതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഷാനവാസ് അനുമോളുടെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. സീരിയസ് ആയിട്ട് ഈ പുള്ളി പറയില്ലേ ഞങ്ങളാണുങ്ങളെല്ലാം തമാശ, നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാം തമാശ. ഞങ്ങൾ ആണുങ്ങൾ ഒരിക്കലും ഇതൊന്നും തമാശയായിട്ട് എടുക്കത്തില്ല, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതെല്ലാം തമാശ എന്നാണ് പറയുന്നത്. ശരിക്കും അനുമോൾ കാണിച്ചത് അതൊരു ഫണ്ണായിട്ടല്ലേ അത് എടുക്കേണ്ടത്. അത് ഇത്ര സീരിയസ് ആവേണ്ട ആവശ്യമുണ്ടോ? മേ ബി ആ ഒരു മനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിട്ടായിരിക്കാം. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, അല്ലേ? അതിൽ ബാക്കിയോടെ കേൾക്കാം. കോമഡി കാണിച്ചതല്ലേ എന്നാ ഏറ്റവും കൂടുതൽ കാണിച്ചത്? ഫ്രൈഡേ അന്ന് ഇതല്ലേ പുറത്ത് എപ്പിസോഡ് പോകുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് പറയാം. അതായത് അനീഷ് ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അനീഷ് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നുമില്ല. അനുമോള് സംസാരിക്കാനായിട്ട് അവിടെ ചെന്നപ്പം പോലും അനീഷ് പറഞ്ഞത് നമ്മൾ ആ ഒരു വിഷയം അത് അവിടെ വെച്ച് തീർന്നു, ഇനി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്നാണ് പറഞ്ഞത്.
പക്ഷേ അനിമോളാണ് ഇവിടെ പല സ്ഥലങ്ങളിലും മാറി ഇരുന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത്. അതൊരു വൃത്തികെട്ട പരിപാടിയായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അനിമോൾ നൈസായിട്ട് ഈ ഒരു വിഷയം ക്ലോസ് ചെയ്യുക. വീണ്ടും വീണ്ടും ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആർക്കായിരിക്കും? അത് അനീഷിനായിരിക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല. സീരിയസ് ആയിരുന്നു, അതാണ് പുള്ളിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ആ മനുഷ്യന്റെ റാങ്ക് എന്താണ് അല്ലെങ്കിൽ കളിയാക്കൽ എന്താണെന്ന് ആ മനുഷ്യന് അറിയില്ല കേട്ടോ. നൂറ പറഞ്ഞ കാര്യം കേട്ടില്ലേ? അതായത് ആ മനുഷ്യന് ഇത് തമാശയാണോ പ്രാങ്ക് ആണെന്നോ ഒന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി വളരെ ജെന്യൂൻ ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറാണത്. പുള്ളി മേ ബി ഇത് ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഒരു ഗെയിം സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ തള്ളിക്കളയരുത്. കാര്യം ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടെ എന്തുമാത്രം ആത്മാർത്ഥതയായിട്ടാണ് ഈ പുള്ളിക്കാരൻ പെരുമാറിയത് അത് നമ്മൾ കണ്ടതാണ്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് എന്തുമാത്രം വാല്യൂ ഈ പുള്ളി കൊടുക്കുമെന്ന് നമുക്കത് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു ഗെയിം സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നൂറ് പറഞ്ഞത് തന്നെയാണ് ഇവിടെ കറക്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ രജിത് കുമാർ പുള്ളിക്കാരനെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഇപ്പം ബിഗ് ബോസിലോട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഗസ്റ്റൊക്കെ ആയിട്ട്. ഈ പുള്ളിക്കാരനെ വിളിക്കാത്തതിൻ്റെ ചൊറിച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പുള്ളി നിരന്തരം ഈ ഷോയ്ക്കകത്തുള്ള കണ്ടസ്റ്റൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ഇടുന്നു, പിന്നെ സമനില തെറ്റി എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്താണ് ഇങ്ങേരുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ പുള്ളി സീസൺ 2 ഇജക്ട് ചെയ്തൊരു വ്യക്തിയാണ്. അതായത് അവിടുന്ന് ഇറക്കി വിട്ടൊരു വ്യക്തിയാണ് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കണ്ണിൽ മുളക് തേച്ചതിൻ്റെ പേരിൽ. എന്നിട്ടാണ് ഈ പുള്ളി വന്നിരുന്ന് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം. അനീഷ് അനിമോള് എന്റെ പേര് അനസ്. ഏത് ചാനലായിരുന്നു? ഓൺ എയർ കേരള. ഈ അനീഷ് അനിമോളില്ലേ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആ രീതിയില് അത് കേട്ട് ആസ്വദിക്കാനായിട്ട് അങ്ങനെ നടക്കുന്നത് ആ രീതിയിൽ വിവാഹം കഴിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് വിചാരിക്കുന്നു. അനിമോൾ അനീഷ് ലവ് ട്രാക്ക് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നില്ല. നാടകം മാത്രമാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്താങ്ങുന്നു. നാടക എങ്ങനെയും കപ്പ് കിട്ടുക, എങ്ങനെയും പൈസ കിട്ടുക, ആരെ കൊന്നും നമ്മൾ പൈസ നേടുക എന്നൊക്കെ പറയില്ല. അതുപോലെ പൈസ കിട്ടാൻ വേണ്ടി, പിന്തുണാൻ വേണ്ടി, കപ്പ് നേടാൻ വേണ്ടി എന്ത് പണികളും എന്ത് തരികിടകളും എടുക്കുന്ന കുറെ പേര്. എല്ലാവരുടെയും ലൈഫിൽ എല്ലാവർക്കും പൈസ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഈ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും പൈസ കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത്, അല്ലാതെ വെറുതെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അനുമോൾ ഈ ഒരു ഷോ വരെ എത്താനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരത്തിക്കൊക്കെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അത് പുള്ളിക്കാരത്തി ലൈഫിൽ കഷ്ടപ്പെട്ട് കിട്ടിയൊരു സാധനമാണ്. അല്ലാതെ വെറുതെ ഇപ്പോൾ വഴി പോകുന്ന ആൾക്കാരൊന്നും ബിഗ് ബോസ് ഷോയ്ക്കകത്ത് പിടിച്ച് കയറ്റി കാശ് കൊടുക്കേണ്ട ആവശ്യം ബിഗ് ബോസിനില്ല. എന്നാൽ ഈ വ്യക്തിക്കും അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കൊടുത്തായിരുന്നു അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇങ്ങേർക്ക് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഈ പുള്ളിക്ക് ബേസിക്കലി അനുമോളെ ഇഷ്ടമല്ല, പിന്നെ അനീഷിനെ ഇഷ്ടമല്ല. ഈ പുള്ളിക്ക് ആകെ ഇഷ്ടമായിട്ടുള്ളത് അക്ബറിനെയും നെവിനെയാണ്. ഇവർ രണ്ടുപേരും ഫസ്റ്റും സെക്കൻഡും അടിക്കും എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാര്യം തുടക്കം തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുവാണ്, എന്ത് കിട്ടിയാലും ഈ പുള്ളിക്കാരെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് അനുമോളുടെ കേസ്. അനുമോൾ ആ പ്ലാച്ചി എന്ന് പറയുന്ന പാവ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാനത് റിയാക്റ്റും ചെയ്തതാണ്. അത് പുള്ളി പറയുന്നത് അനുമോക്ക് ആരാ അധികാരം കൊടുത്തു ഇത് കണക്ക് പാവ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്, അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ശരിയുള്ള കാര്യമല്ല. എന്നാൽ ഈ മനുഷ്യനും പാവയും പിടിച്ചുകൊണ്ട് നടന്നതാണ് സീസൺ 2. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളാണ് ഈ പുള്ളി ഇപ്പം നിലവിൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഇന്നത്തെ പ്രൊമോ നിങ്ങൾ കണ്ടല്ലോ. ആ പ്രൊമോയ്ക്കകത്ത് പ്രൊപ്പോസൽസിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സാബുമോൻ്റെ ഫേസൊക്കെ നിങ്ങളൊന്ന് കാണണം, കോമഡിയാണ്. അതായത് സാബുമോൻ്റെ ഗേൾ ഫ്രണ്ടിനെ അനീഷ് പ്രപ്പോസ് ചെയ്യുന്നുള്ള രീതിയിലാണ് സാബുവിൻ്റെ ഒരു ഫേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറഞ്ഞാൽ അവൻ്റെയൊക്കെ ഉള്ളിലുള്ളൊരു വിഷം ഉണ്ടല്ലോ, സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. സാബുമാൻ മിണ്ടാതെ ഒരിടത്ത് ഒരു കോർണറിൽ ചെന്ന് ഇരുന്ന സമയത്ത് പാവാന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്ന് തൊട്ടവൻ വാ തുറന്നു അന്ന് തൊട്ട് അവൻ്റെ ഒരു റിയൽ ക്യാരക്ടർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുക. എന്തായാലും താമസിക്കാതെ ഇപ്പം വീട്ടിൽ പോകാൻ പറ്റും. അറിയാൻ സാധിച്ചത് ഉടനെ തന്നെ വെളിയിൽ പോകുമെന്നാണ്. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം എന്ത് സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിലെന്ന്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.